എന്തൊക്കെയോ മാഞ്ഞു പോയെന്ന്, മായ്ച്ചു കളഞ്ഞെന്ന് തോന്നുന്നുണ്ടോ ലൈഫിൽ നിന്ന്? മായ്ച്ചു കളഞ്ഞതൊക്കെ വീണ്ടും എഴുതിയിട്ടില്ലേ നമ്മൾ? അങ്ങനെ മായ്ച്ചു കളഞ്ഞതൊക്കെ, കളയിക്കപ്പെട്ടതൊക്കെ വീണ്ടും എഴുതി നോക്കാൻ കഴിയും നമുക്ക്. ലൈഫ് എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ് കേട്ടോ തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കാണ് നല്ലതിനെ കാണാൻ മടി. സ്ട്രെസ്സും ടെൻഷൻസും ഒന്നും നിറഞ്ഞ ഒരു ജീവിതമൊന്നുമല്ല നമ്മൾ ജീവിക്കേണ്ടത്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയതായി എന്തെങ്കിലും കണ്ടെത്തുന്നത്, അതാണല്ലോ ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ വീട്ടമ്മമാരും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം കുക്കിങ്ങിൽ തന്നെ. കുക്കിങ്ങിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് അവർ ആ പഴയ വിഭവത്തെ പരമാവധി ടേസ്റ്റി ആക്കാൻ നോക്കുന്നുണ്ട്. ഒരു ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ പുതുതായി എന്തോ ചെയ്ത ഫീൽ ക്രിയേറ്റീവാണ്. ഈ ക്രിയേറ്റിവിറ്റി നമ്മുടെ ലൈഫ് ഒത്തിരി മനോഹരമാക്കാനും റിലാക്സ്ഡ് ആവാനും ഒക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഒരുപാട് വർത്തി കോൺട്രിബ്യൂഷൻസ് നമുക്ക് തരും ലൈഫിൽ. പൈസ, മനസ്സന്തോഷം, ജന്മനിയോഗത്തിലേക്കുള്ള എത്തിച്ചേരൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. നമ്മൾ ലൈഫിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടിലൊക്കെ കഴിയുവാണെങ്കിൽ പുതിയതായി എന്തെങ്കിലും ഒരു ഹോബി പോലെ ചെയ്തു തുടങ്ങുക. ഗാർഡനിങ് ആവാം, സ്റ്റിച്ചിങ് ആവാം, ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആവാം. കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വരെ നമുക്ക് കഴിയും. പൈസ മാത്രം നോക്കി ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്നതിലും നല്ലത് കുറച്ച് പൈസ കുറവാണെങ്കിലും നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ കുറവുള്ള പൈസയൊക്കെ തനിയെ വരികയും ചെയ്തോളും. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ കൃത്യമായും വ്യക്തമായും മടിയില്ലാതെയും നമ്മുടെ കടമകൾ എന്തൊക്കെയാണോ അതൊക്കെ ചിട്ടയായി ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള മനസ്സ് ഉണ്ടായിരിക്കും.